ഇന്നെന്തായാലും നമ്മൾ പരിശോധിക്കാൻ പോകുന്ന IPL ടീം കിരീടമില്ലാത്ത രാജാവിൻ്റെ ടീം, അത് RCB. 2008 മുതൽ 2024 വരെ പരിശോധിക്കുമ്പോൾ ഒരു കിരീടം പോലും ടീമിന് നേടിക്കൊടുക്കാൻ ആ ടീമിൻ്റെ ഭാഗമായിരുന്നു തുടക്കം മുതൽ ഇതുവരെ വിരാട് കോഹ്ലി കഴിഞ്ഞില്ല. വിരാട് കോഹ്ലി സംബന്ധിച്ചോളം വിരാട് കോഹ്ലി ഒരുപാട് നേടി ലൈഫിൽ. ICC ട്രോഫി ആയാലും ICC പ്ലെയർ ആയാലും അങ്ങനെ പലതും നേടി. എന്നാൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടാക്കനിയായിട്ട് IPL ട്രോഫി പുള്ളി സംബന്ധിച്ചോളം 2024 വരെ നിൽക്കുക. എന്നാൽ 2025 ആ കിട്ടാക്കനിയായിരുന്ന ആ ട്രോഫി നേടിക്കൊടുത്ത് ടീമിനെ വിജയിപ്പിക്കാൻ വിരാട് കോഹ്ലിക്കാകുമോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024 ഏകദേശം 741 റൺസ്, ഏകദേശം 750ഓളം റൺസ് ടീമിന് വേണ്ടി നേടിക്കൊടുക്കാനായി. എങ്കിൽ ടീമിനെ ഒരു ഫൈനലിലേക്ക് പോലും എത്തിക്കാൻ വിരാട് കോഹ്ലിക്കായി. അവരെ സംബന്ധിച്ചോളം ചിന്നസ്വാമി സ്റ്റേഡിയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പഴയ ഒരു സ്റ്റേഡിയങ്ങളിലൊന്നാണ്. ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ്. ചെന്നൈ കൂട്ട് തന്നെ ഒരുപാട് ഫാൻ ബേസ് അവർക്കുണ്ട്. ഇതുവരെ ഒരു കിരീടമൊന്നും നേടിക്കൊടുക്കാൻ അവരുടെ ടീമിനായിട്ടില്ല എങ്കിലും അവരെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു വലിയ ഫാൻ വലയം അവർക്കുണ്ടെന്ന് തന്നെ പറയണം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടീമിൻ്റെ പെർഫോമൻസ് നോക്കുമെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് പറയണം. ഏറ്റവും നല്ല രീതിയിൽ അവിടെ പെർഫോമൻസ് ചെയ്യാൻ ഈ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും പറയും. എന്നാൽ 2025 വരുമ്പോൾ 2024 അവരുടെ ക്യാപ്റ്റനായിരുന്ന ഡുപ്ലസിയെ ടീമിൽ നിന്ന് പുറത്താക്കും. ഏകദേശം 40 വയസ്സുള്ള ഡുപ്ലസിയെ ടീമിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവരുടെ മുമ്പിൽ തീർച്ചയായും ഒരു കിരീടമുണ്ട്. ഒരു കിരീടം അവർ കാണുന്നുണ്ട്. അവർക്ക് ഇതുവരെ കിട്ടാക്കനിയായിരുന്ന ഒരു കിരീടം നേടിക്കൊടുക്കണം. എന്നാൽ ഒരു പുതിയ ടീമിലേക്ക്, ഒരു റീബിൽഡ് ചെയ്ത ഒരു ടീമിലേക്ക് അവർ മാറുന്നു. ഡുപ്ലസിയെ സംബന്ധിച്ചോളം പുള്ളിയുടെ ക്യാപ്റ്റൻസി മോശമല്ലായിരുന്നു, ഓപ്പണിംഗ് പെർഫോമൻസ് മോശമല്ലായിരുന്നു എന്ന് പറയണം. 2023 പുള്ളി ഏകദേശം 700 റൺസ് നേടാൻ കഴിഞ്ഞു. 2024 പരിശോധിക്കുമ്പോൾ ഏകദേശം 438 റൺസ് ടീമിന് വേണ്ടി നേടിക്കൊടുക്കാനായി. എന്നാൽ ഒരു ട്രോഫി നേടിക്കൊടുക്കാൻ കഴിയാത്ത ക്യാപ്റ്റനും ആ ഏജ്, എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സോളം ആ ഏജും ഒരു ഫാക്ടർ തന്നെയായിരുന്നു ടീം മാനേജ്മെന്റിന് ചിന്തിക്കാൻ. ടീം മാനേജ്മെന്റ് അത് തീരുമാനമെടുക്കുന്നു, പുള്ളിയെ മാറ്റുന്നു. പുള്ളിയെ മാറ്റുമ്പോൾ അവരുടെ മുമ്പിലുള്ള 2 ചോദ്യചിഹ്നങ്ങൾ: ഒരു ഓപ്പണറെ വേണം, അതുകൂടാതെ ഒരു ക്യാപ്റ്റനെ വേണം. പിന്നെ അവരവരുടെ ടീമിലെ ഒരു യങ്സ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം 30-31 വയസ്സുള്ള രജിത് പട്ടിദാറിലേക്ക് പോകുന്നു. രജിത് പട്ടിദാർ സംബന്ധിച്ചോളം നല്ലൊരു പ്ലെയർ തന്നെയാണ്. നല്ല സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർക്കെതിരെയുള്ള നല്ലൊരു പ്ലെയറാണ്. ഏകദേശം 85 എന്ന സ്ട്രൈക്ക് റേറ്റിൽ സ്പിന്നർക്കെതിരെ നല്ല അഗ്രസീവ് കളി കളിക്കുന്ന ഒരു പ്ലെയർ. എന്നാൽ ഇന്ന് RCBയെ കൂട്ട് വലിയ ഫാൻ ബേസ് ഉള്ള, നല്ല ഫണ്ടിങ് ഉള്ള ഒരു ടീമിനെ മുമ്പോട്ട് നടത്താൻ രജിത് പട്ടിദാർക്കാവുമോ? പിന്നെ വിരാട് കോഹ്ലി അടക്കമുള്ള മോസ്റ്റ് സീനിയർ പ്ലെയർ ഹേസിൽ വുഡ് അടക്കുന്ന ഒരു ടീമിനെ മുമ്പോട്ട് നടത്താൻ രജിത് പട്ടിദാറിന് കഴിയുമോ? കഴിയുന്നതിലാണ് രജിത് പട്ടിദാറിന്റെ വിജയം ഇരിക്കുന്നത്, RCBയുടെ വിജയം ഇരിക്കുന്നത്. രജിത് പട്ടിദാറിന് ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഈ ടീമിനൊരു വിജയം നേടിക്കൊടുക്കാൻ രജിത് പട്ടിദാർക്ക് കഴിയും തന്നെ ചെയ്യും. അവര് ഇംഗ്ലണ്ടിന്റെ ഓപ്പണർ ബാറ്ററായ വിക്കറ്റ് കീപ്പറായ ഫിലിപ്പ് സാൾട്ടിലോട്ട് പോകും. ഏകദേശം 174 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഫിലിപ്പ് സാൾട്ടിലേക്ക് പോകാൻ അവർക്ക് വലിയ ചിന്തിക്കേണ്ടി വന്നില്ല. ഫിലിപ്പ് സാൾട്ടിനെ ടീമിലേക്ക് കൊണ്ടുവന്നു ഓപ്പണിംഗ് പൊസിഷൻ ശരിയാക്കുന്നു. ഓപ്പണിംഗ് ഫിലിപ്പ് സാൾട്ട്, വിരാട് കോഹ്ലി. നമ്പർ 3 സംബന്ധിച്ചോളം ദേവത് പടിക്കൽ ആകാനായിരിക്കാൻ ചാൻസ്. എന്നാൽ ദേവത് പടിക്കൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് റെക്സിംഗ് കൊണ്ടുവരുന്നത്. ദേവത് പടിക്കലിന്റെ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം 2020 ഏകദേശം 23.25 റൺസിന്റെ ആവറേജാണ് ദേവത് പടിക്കലിനുള്ളത്. എന്നാൽ ടെസ്റ്റിലും ഓഡിയയിലൊക്കെ നോക്കുമ്പോൾ ദേവത് പടിക്കൽ ഈസ് ഓക്കെ എന്ന് പറയേണ്ടി വരും. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്പർ 3 അവര് ദേവത് പടിക്കലിനെ തന്നെ കൊണ്ടുവരാനായിരിക്കും ചാൻസ്. നമ്പർ 4 അവരുടെ ക്യാപ്റ്റൻ രജിത് പട്ടിദാറിലേക്ക് പോകാനായിരിക്കും ചാൻസ്. ഏകദേശം 185 റൺസ് എന്ന സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർക്കെതിരെയുള്ള, 155 റൺസ് ഫാസ്റ്റ് ബോളർക്കെതിരെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള. പിന്നെ അവരുടെ 5ാം നമ്പർ ബാറ്റർ ആയിരിക്കാം ലിയാൻ ലിവിൻസ്റ്റൺ. നല്ലൊരു പ്ലെയർ, നല്ല അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്ന, നല്ല സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയർ. ഏകദേശം ഒരു ഓൾറൗണ്ടർ എന്ന് പറയാം. അവർക്ക് സ്പിന്നറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ, നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കാം. ജേക്കബ് ബദേലിലേക്ക് പോകാനായിരിക്കും ചാൻസ്. ജേക്കബ് ബദേലിന്റെ ഇന്ത്യ ടൂർ അത്ര മനോഹരമായിരുന്നില്ലെന്ന് തന്നെ പറയണം. അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ ജേക്കബ് ബദേലിനായില്ല.
എന്നാലൊരു സ്പിൻ ഓൾറൗണ്ടർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ടിം ഡേവിഡിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു സ്പിൻ എറിയാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അവർ ജേക്കബ് ബദേലിലേക്ക് പോകാനായിരിക്കാൻ ചാൻസ്. പിന്നെ ഉള്ളത് ഹേസിൽവുഡ് ഇഞ്ചുറി ആയിരുന്നു BGTക്ക് ശേഷം. അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ നടക്കുന്ന ടെസ്റ്റിൽ കളിക്കുന്നില്ല, ചാമ്പ്യൻസ് ട്രോഫിയിൽ പുള്ളി കളിക്കുന്നില്ല. എന്നാൽ RCB ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് കേൾക്കാൻ ഇടയായത്. പുള്ളിക്ക് തുടർന്നുള്ള മത്സരങ്ങൾ കളിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പുള്ളിയെ സംബന്ധിച്ചോളം നല്ലൊരു റോളാണ് ടീമിൽ. ഒരു നിർണായക ഘടകം തന്നെയാണ് ജോഷ് ഹേസിൽവുഡ്. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഭുവി ഒരു ഔട്ട്ഡേറ്റഡ് പ്ലെയർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു IPL പ്ലെയർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഏകദേശം 33-34 വയസ്സുള്ള ഭുവനേശ്വർ കുമാർക്ക് ടീമിന് വേണ്ടി പലതും ചെയ്തു കൊടുക്കാൻ കഴിയും. നമ്മൾ പ്രത്യേകിച്ച് അറിയാം ഭുവനേശ്വറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബോളിൽ തിളങ്ങാൻ കഴിയുന്ന ഒരു ബോളറാണ് ഭുവനേശ്വർ കുമാർ. ഈ പ്രാവശ്യം ടീമിനൊപ്പം എന്തായാലും ചേർത്തിട്ടുണ്ട്. നല്ലൊരു സീനിയർ മോസ്റ്റ് പ്ലെയർ ആണ്. ഇന്ത്യക്ക് വേണ്ടി പല പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. 2022 ശേഷം 2020 ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ ഏകപക്ഷീയമായി പരാജയപ്പെട്ടതിന് ശേഷം ഭുവനേശ്വർ കുമാർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വന്നിട്ടില്ല. എന്നാൽ IPL ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ യാഷ് ദയാലിനെ സംബന്ധിച്ചുള്ള ഒരു ടീമിനോടൊപ്പം ചേർത്തു. നമുക്കറിയാം നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആ ഒരു കഴിഞ്ഞ IPLന്റെ പെർഫോമൻസ് കൊണ്ടാണ് 2020 ടീമിലായാലും ടെസ്റ്റ് ടീമിലേക്കായാലും പുള്ളിയെ ചേർത്തു. എന്നാൽ കളിക്കാനോ ഡെബ്യൂ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ ഈ ടീമിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഒരു കുറവ്, വിരാട് കോഹ്ലിയും രജിത് പട്ടിദാറിന് ശേഷം വേറെ ഒരു ബാറ്റ്മാനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ഏകദേശം കൂടുതലും വിദേശ താരങ്ങളാണ്. ഫിലിപ്പ് സാൾട്ട് ആയാലും ലിവിൻസ്റ്റൺ ആയാലും ജേക്കബ് ബദേൽ ആയാലും ടിം ഡേവിഡ് ആയാലും പരിശോധിക്കുമ്പോൾ ഏകദേശം വിദേശ താരങ്ങളാണ്. എന്നാൽ ഈ പ്രാവശ്യം ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ കിങ് കോഹ്ലിയുടെ പെർഫോമൻസ് വളരെ വലുതായിരിക്കും. ഏകദേശം 36-37 വയസ്സുള്ള കിങ് കോഹ്ലിയെ സംബന്ധിച്ചോളം ഇനി എത്ര നാൾ കളിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. പുള്ളി എല്ലാം നേടി. ചാമ്പ്യൻസ് ട്രോഫിയിൽ നോക്കുകയാണെങ്കിലും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഏകദേശം ഒരു 185 പിന്നെ ഒരു 50 റൺസോളം ടീമിന് വേണ്ടി എടുക്കാൻ വിരാട് കോഹ്ലിക്കായി. ഈ ട്രോഫി കിരീടം പിന്നെയും ടീം ചൂടണമെങ്കിൽ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ മാസ്റ്റർ ക്ലാസ് ബാറ്ററുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ടീമിനെ കണ്ടാലേ കഴിയും.